നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കായിക രംഗത്തെ മുന്നേറ്റമാണ് സർക്കാർ ലക്ഷ്യമെന്ന് കായിക മന്ത്രി ഒ.ജെ. ജനീഷ് പറഞ്ഞു. യുവതലമുറയെ ലഹരിയിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും മോചിപ്പിക്കണമെങ്കിൽ ഗ്രൗണ്ടുകൾ ഉണരണമെന്നും മന്ത്രി സൂചിപ്പിച്ചു. കൊപ്പം പ്രഭാപുരത്ത് ഇറാം സ്പോർട്സ് അരീന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകകപ്പ് ഫൈനൽ മത്സരവുമായി ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് അവധി കൊടുത്തത് ചിലർ വിമർശനമായി പറയുന്നുണ്ട്. ഇന്ത്യ ലോകകപ്പ് കളിക്കാത്ത വേളയിലാണ് ഇത്തരം തീരുമാനമെന്നാണ് വിമർശനം. നാം പിറകിലേക്ക് പോകുന്ന വേളയിലാണ് കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകി മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതെന്നും ഇതിനുള്ള ശ്രമം കൂടിയാണ് ഇത്തരം നടപടികളിലൂടെയെന്നും കായിക മന്ത്രി ഒ.ജെ. ജനീഷ് പറഞ്ഞു. അവധി കൊടുത്തപ്പോൾ പൊതുവെ ഒരു വലിയ വിമർശനം വന്നു. അങ്ങനെ ഒരു സ്കൂളിന് അവധി കൊടുക്കേണ്ടതുണ്ടോ? ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നില്ല, മാത്രമല്ല ഇന്ത്യ കായിക രംഗത്ത് ഒരുപാട് പുറകിലേക്ക് പോകുന്നു, കേരളം ഒരുപാട് പുറകിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അങ്ങനെ അവധി കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു ചർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവിൽ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പുറകിലേക്ക് പോകുന്ന സമയത്താണ് കൂടുതൽ പ്രോത്സാഹനം നൽകി മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ കായിക മേഖലയിൽ ഒരു കാലഘട്ടം മുഴുവൻ കേരളത്തിൻ്റെ സ്ഥാനം 1 അല്ലെങ്കിൽ 2 ആയിരിക്കും ഇന്ത്യയിൽ കേരളത്തിൽ കായിക മേഖലയുടെ സ്ഥാനം. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മളിങ്ങനെ പുറകിലേക്ക് പോകുന്നു. ഇപ്പോൾ 14-15 സ്ഥാനത്തൊക്കെ നിൽക്കുകയാണ്. നമുക്കിതിനെ വീണ്ടും പഴയ പടിയിലേക്ക് വീണ്ടും കടന്നു വരണം. പഴയ രീതിയിലേക്ക് വീണ്ടും കടന്നു വരണമെങ്കിൽ ഈ കായിക മേഖലയിൽ മത്സരിക്കാനും കഴിവ് തെളിയിക്കാനും പ്രതിഭകളുള്ള കുട്ടികളെ അവരെ വീണ്ടും കണ്ടെത്തി ചാനലൈസ് ചെയ്ത് അവരെ കൊണ്ടുവന്നവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ മത്സരത്തിൻ്റെ ഭാഗമാക്കി അവരെ ആത്മവിശ്വാസത്തോടുകൂടി കളത്തിലേക്ക് ഇറങ്ങാനും ട്രാക്കിലേക്ക് ഇറങ്ങാനും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാനും പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിക്കാവുന്നതാണ്. കേരളത്തിന്റെ കായിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്താനുണ്ട്. കായിക രംഗത്ത് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കണം. വിദ്യാർത്ഥികളിലാണ് ഇനിയുള്ള പ്രതീക്ഷയെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. നമ്മുടെ കുട്ടികൾക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതിനേക്കാൾ താല്പര്യം മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ സാഹചര്യമാണ് ഇന്നുള്ളത്. സ്ക്രീൻ ടൈം ഒക്കെ ഓരോരുത്തരുടെ നോക്കിക്കഴിഞ്ഞാൽ 6-7 മണിക്കൂറായിരിക്കും ഇതിലൂടെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇതിന്റെ പുറകിലേക്ക് പോയി ഈ ഫോണിന്റെ ഉള്ളിൽ കുത്തിയിരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്ന ശീലങ്ങളൊക്കെ കുറഞ്ഞു, പന്ത് കളിക്കാൻ ഇറങ്ങുന്ന ശീലങ്ങളൊക്കെ കുറഞ്ഞു, വ്യായാമം ചെയ്യുന്ന ശീലങ്ങളൊക്കെ കുറഞ്ഞു. ഇതെല്ലാം നമ്മുടെ കായിക മേഖലയെ ബാധിക്കുന്ന ഒന്നായിട്ട് മാറും. കായിക മേഖല മാത്രമല്ല, വ്യക്തിപരമായി നമ്മുടെ കൂടി ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നായിട്ട് മാറുകയാണ്. അപ്പൊ നല്ല ആരോഗ്യമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം കടന്നു വന്നാൽ മാത്രമാണ് ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ കടന്നു വരികയുള്ളൂ, ഏറ്റവും മികച്ച സമൂഹമായി നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് നമ്മളൊക്കെ വേണ്ടി ഗ്രൗണ്ടുകളിലേക്ക് ഇറങ്ങണം. ആ ഗ്രൗണ്ടുകളിലേക്ക് ഇറങ്ങാൻ ഒരു പ്രചോദനം വേണം. ആ ഗ്രൗണ്ടുകളിലേക്ക് ഇറങ്ങാൻ ഒരു പ്രചോദനമായി വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ടീമുകൾ മത്സരിക്കുന്ന ആ കളി കാണുമ്പോൾ ഏറ്റവും മികച്ചവരിൽ നിന്നാണ് ഏറ്റവും മികച്ചവരാകാനുള്ള പ്രചോദനം ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ വേൾഡ് കപ്പ് കാണാനുള്ള അവസരം നൽകിയത് അതുപോലെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ വേൾഡ് കപ്പിന് കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ കളിക്കാർ മൈതാനത്തേക്ക് കാലിൽ കൂട്ടണിഞ്ഞ് പന്ത് തട്ടാൻ ഇറങ്ങുന്ന ഒരു കാലം ഉണ്ടാകുമോ? അങ്ങനെ ഒരു കാലം ഉണ്ടായാൽ അതിൽ പകുതി കളിക്കാരെങ്കിലും കേരളത്തിൽ നിന്നായിരിക്കുമോ എന്നതടക്കമുള്ള സ്വപ്നങ്ങൾ നമുക്കുണ്ടാകണം. ഇറാം ഹോൾഡിംഗ്സിന്റെയും ഇറാം എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് ഇറാം സ്പോർട്സ് അരീന ആരംഭിച്ചിരിക്കുന്നത്. വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ, കബഡി, ബാഡ്മിന്റൺ, 7 ഫുട്ബോൾ കളിക്കളങ്ങൾ, ആംഫി തിയേറ്റർ തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഇത്. ചടങ്ങിൽ ഇറാം ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് അധ്യക്ഷനായിരുന്നു. മന്ത്രി കെ.എ. തുളസി വിശിഷ്ടാതിഥിയായി. മുഹമ്മദ് മോസിൻ എം.എൽ.എ. മുഖ്യപ്രഭാഷണം നടത്തി. ഇറാം ഇൻസ്റ്റിറ്റ്യൂഷന്റെ പുതിയ വെബ്സൈറ്റ് പേജ് ഉദ്ഘാടനം ഡയറ്റ് പാലക്കാട് പ്രിൻസിപ്പൽ ഡോക്ടർ പി. ശശീന്ദ്രൻ നിർവഹിച്ചു. സെക്രട്ടറി സി.കെ. അബ്ദുൽ സമദ്, ഒളിമ്പിക്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി. രാജേഷ്, വൈസ് പ്രസിഡന്റ് വി.എസ്. മുഹമ്മദ് കാസിം, പട്ടാമ്പി നഗരസഭ ചെയർമാൻ ടി.പി. ഷാജി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി.എം. മുഹമ്മദ് അലി, നീലടി സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശങ്കർ കൊട്ടാരത്തിൽ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം സി.എം. അമല, ഇറാം എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ ലൂയിസെ റോക്ക്, സി. ഉമ്മർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുമിച്ച് പഠിച്ച കലാലയമുറ്റത്ത് ഓർമ്മകളുടെ വസന്തം തീർത്ത് സഹപാഠികൾ ഒത്തുകൂടി. വട്ടേനാട് സ്കൂളിലെ 1988-89 വർഷത്തെ SSLC ബാച്ച് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച മധുരമീ ഓർമ്മക്കൂട്ട് പുനഃസംഗമം പങ്കെടുത്തവർക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി. കഴിഞ്ഞ 3 വർഷങ്ങളായി തുടർച്ചയായി നടത്തിവരുന്ന കൂട്ടായ്മ വിദ്യാലയ മുറ്റത്ത് വെച്ചാണ് ഇത്തവണയും അരങ്ങേറിയത്. എപ്പോഴും ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ ഒരു തിരുവനന്തപുരത്ത് നിന്നൊരു സാറുണ്ടായിരുന്നു. ആ സാറിപ്പോൾ ട്രാൻസ്ഫറായി പോയി. ഇപ്പോൾ ഇവിടെ കുട്ടികൾ നിരന്തരം
പറ്റുന്നില്ല, ഗ്രൗണ്ട് നല്ലതില്ല, പിന്നെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ എനർജി പലതരം വിഷമമായിട്ട് പോവുകയാണ്. പിന്നെ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ഞങ്ങളാണെങ്കിൽ നല്ല ചീത്തയും പറയും, പിന്നെ വീട്ടിലിരുന്നോന്ന് പറയും. അങ്ങനത്തെ ശിക്ഷാനടപടിയൊക്കെ കൊടുത്തപ്പോൾ മക്കളെല്ലാവരും കൂടി ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളൊന്ന് ഇരുന്ന് സംസാരിക്കും, എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു തരുന്ന പറഞ്ഞപ്പോഴാണ്. രാവിലെ 10 ആരംഭിച്ച പരിപാടി വൈകിട്ട് 5 വരെ നീണ്ടുനിന്നു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം പരസ്പരം കണ്ടുമുട്ടിയ കൂട്ടുകാർ പഴയകാല സ്കൂൾ ഓർമ്മകൾ പങ്കുവച്ചും കളിയും ചിരിയും പാട്ടും നൃത്തവുമായി ഒത്തുചേരൽ ആഘോഷമാക്കി മാറ്റി. ചടങ്ങിന് ആസിഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ HM ഉഷ ടീച്ചർ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. മുസ്തഫ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ഒത്തുചേരലിന്റെ ഭാഗമായി ബാച്ചിലെ സുഹൃത്തുക്കൾ സമാഹരിച്ച ധനസഹായം വിദ്യാലയത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി കൈമാറി. ധനലക്ഷ്മി, വിജയലക്ഷ്മി, ബഷീർ, മോഹനൻ, ജയപ്രകാശ്, പ്രദീപ്, ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. വിഭവസമൃദ്ധമായ സദ്യയും സൗഹൃദ സംഭാഷണങ്ങളും അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറിയ ശേഷമാണ് വീണ്ടും ഒരു കൂടിക്കാഴ്ചയുടെ പ്രതീക്ഷയുമായി പ്രിയ കൂട്ടുകാർ വിദ്യാലയ പടിയിറങ്ങിയത്. KSRTC ബസ്സിൽ 60 വയസ്സ് പിന്നിട്ട പുരുഷന്മാർക്ക് പകുതി നിരക്കാക്കണമെന്ന് CMP പട്ടാമ്പി മണ്ഡലം നേതൃയോഗം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി M സതീഷ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കൊപ്പം നക്ഷത്ര റീജൻസിൽ വെച്ചാണ് CMP പട്ടാമ്പി മണ്ഡലം നേതൃയോഗം ചേർന്നത്. പട്ടാമ്പിയിലെ പൊതുശ്മശാനം മുഴുവൻ പ്രവൃത്തികളും ഉടൻ പൂർത്തിയാക്കി തുറന്നുകൊടുക്കുവാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നേതൃയോഗം ആവശ്യപ്പെട്ടു. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ പുരുഷന്മാർക്കും KSRTCയിൽ പകുതി ചാർജ് ആക്കണമെന്നും നേതൃയോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി M സതീശൻ യോഗം ഉദ്ഘാടനം ചെയ്തു. CPIM-ൽ വിശ്വസിച്ചിരുന്ന നിരവധി പ്രവർത്തകരാണ് ആ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ളത്. മാർച്ച് 5-ാം തീയതിയുടെ കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നിരവധി ആളുകൾ, ഇപ്പോൾ CPIM-നകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന നിരവധി വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മുതൽ ഏരിയ സെക്രട്ടറിമാർ വരെ, അതുപോലെ ലോക്കൽ സെക്രട്ടറിമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് ആ കൺവെൻഷനകത്ത് പങ്കെടുത്തത്. അപ്പൊ അവിടെ നിന്ന് രൂപം കൊടുത്ത DMF സമാന ചിന്താഗതിയുള്ള എല്ലാവരെയും കോർത്തിണക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചു. ഇപ്പൊ അങ്ങനെയാണ് സുന്ദരേട്ടൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിനൊപ്പം NCP-ആയും മറ്റുമെല്ലാം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും കൂടി ആലോചിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു ടീമായിട്ട് നിൽക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ പുതിയ പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷം പരിപൂർണമായിട്ട് നശിക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷം നിലനിൽക്കണം. നമ്മുടെ കേരള രാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണം. പക്ഷെ ഇടതുപക്ഷത്തിനകത്തെ മുഖ്യധാര പാർട്ടികളെന്ന് അവകാശപ്പെടുന്ന CPM-ഉം CPI-യും എല്ലാം ആ ഇടതുപക്ഷ നിലപാടുകൾ കൈയൊഴിയുന്ന അവസ്ഥയാണ്. P സുന്ദരൻ അധ്യക്ഷനായിരുന്നു. N ഹരിദാസ്, മുസ്തഫ ഓങ്ങല്ലൂർ, KMA ഖാദർ, രമ്യ അനൂപ്, P വേശുട്ടൻ, C ഷംസുദ്ദീൻ, CP രാജ്കുമാർ, AK സലീം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പഴയ പൊന്നാനി താലൂക്കിലും പിന്നീട് തൃത്താലയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പടുത്തുയർത്തുന്നതിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ജനകീയനായ നേതാവായിരുന്ന VP ആദൻകുട്ടിയെ അനുസ്മരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുസ്മരണ പൊതുസമ്മേളനം മുൻ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. അനുസ്മരണ സമ്മേളനത്തിൽ തൃത്താല ഏരിയയിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഷൊർണൂർ MLA-യുമായ P മമ്മിക്കുട്ടി കുട്ടികൾക്ക് ഉപഹാരങ്ങൾ നൽകി. CPM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദ്, ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ VK ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VP റെജീന, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം MK പ്രദീപ്, താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് K ജനാർദ്ദനൻ, VP ഐദ്രു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഓരോരുത്തരുടെയും ഓർമ്മ പുതുക്കുന്നത് അവരുയർത്തിയ രാഷ്ട്രീയം, അവരുയർത്തിയ ആശയം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഉതകുന്ന ഒരു സമരായുധം എന്ന നിലയിലാണ്.
സമ്മാനം വാങ്ങാൻ കുട്ടികളെ രക്ഷിതാക്കളേക്ക് വിളിക്കുന്നത് ഞങ്ങളുടെ ആശയം നിങ്ങൾ കൂടി ഒന്ന് കേൾക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം, അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളിലേക്ക് കൂടി എത്തിക്കാനുള്ള ഒരവസരമായിട്ടാണ് ഈ അനുസ്മരണത്തെ കാണുന്നത്. എല്ലാ അനുസ്മരണങ്ങളും അങ്ങനെയാണ്. എല്ലാ അനുസ്മരണം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഓർമ്മ ഒരു രാഷ്ട്രീയ ആയുധമാണ്. മാത്രയും ആമുഖമായിട്ട് പറയും. ഇപ്പോ ഇന്ന് ആദൻകുട്ടിയെ പോലുള്ള ആളുകളുടെ ഓർമ്മ പുതുക്കുന്നതിന് മറ്റെന്നത്തെക്കാൾ പ്രാധാന്യവും പ്രസക്തിയുണ്ട്. കാരണം എല്ലാ കാലത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് മാത്രമല്ല, വേണമെങ്കിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും. പ്രവാസി ലീഗ് വല്ലപ്പുഴ പഞ്ചായത്ത് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MT അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ പഞ്ചായത്ത് പ്രവാസി ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വല്ലപ്പുഴ ശിഹാബ്തങ്ങൾ റിലീഫ് സെല്ലിൽ വെച്ചാണ് നടത്തിയത്. മുസ്ലിം ലീഗ് വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് MT അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിൻകുട്ടി അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് KT കുഞ്ഞുമുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. MT കുഞ്ഞുമുഹമ്മദ് ഹാജി, യാഹുട്ടി, കോയ, അഡ്വക്കേറ്റ് ജമാൽ, BS തങ്ങൾ, അപ്പങ്കണ്ടത്തിൽ മുഹമ്മദ് അലി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷേമനിധി അംഗത്വം എടുക്കുന്നതിന് വേണ്ടി ഒരു ടൈമിലെങ്കിലും അവസരം തരണമെന്ന് പ്രവാസി ലീഗ് ആവശ്യപ്പെടുകയാണ്. കാരണം ഒരു വൺ ടൈം സെറ്റിൽമെന്റ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നിലവിൽ അറിവ് തികയാത്ത മുഴുവൻ ആളുകൾക്കും ചേരാനൊരു അവസരം ഉണ്ടാകും. അതിനു വേണ്ടിയുള്ള സമരത്തിലാണ് നിലവിൽ പ്രവാസി ലീഗ്. നമുക്കറിയാം, കഴിഞ്ഞ 2 മാസമായി ഈ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഈ ക്ഷേമനിധിയിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ ഒന്നും മുടങ്ങിയിട്ടുണ്ട്. അത് വാസ്തവമാണ്, മുടങ്ങിയിട്ടുണ്ട്. മറ്റ് പല കാര്യങ്ങളും ഒരു സർക്കാർ മാറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം മാത്രമാണത്. ആ പെൻഷൻ 3000 എന്നുള്ളത് മിനിമം 5000 ആകണമെന്നാണ് പ്രവാസി ലീഗ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അവസാനിക്കുന്നതോടുകൂടി നമ്മൾ വിപുലമായ രൂപത്തിൽ കൂടുകയും വലിയ മോശമല്ലാത്ത രൂപത്തിൽ പട്ടാമ്പി മണ്ഡലത്തിൽ വല്ലപ്പുഴ പഞ്ചായത്ത് ഒരിക്കലും ബാക്കിലേക്കല്ല എന്നുള്ള രൂപത്തിൽ പ്രവാസി കമ്മിറ്റി ഇവിടെ വരികയും ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അതിനോടുകൂടെ തന്നെ പ്രവാസികൾക്ക് ആവശ്യമായ പ്രവാസി അതോടെ തന്നെ KMCCയും കൂടി ഏകോപിച്ചുകൊണ്ട് ശിഹാബ് തങ്ങൾ റിലീഫൊക്കെ ഏകോപിച്ചുകൊണ്ട് നമുക്ക് വലിയ പദ്ധതികളും വലിയ കാഴ്ചപ്പാടുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവരുടെ നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ട് അതൊക്കെ സാധാരണക്കാർക്ക്, പ്രവാസി സുഹൃത്തുക്കൾക്ക് ഗവൺമെന്റ് തലത്തിൽ നമുക്കറിയാം അധികാരം നമ്മൾക്കുണ്ട്. ഏതൊക്കെ നിലക്ക് ഏതൊക്കെ പ്രവാസി സുഹൃത്തിന് എന്തൊക്കെ വാങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക്. ഞാങ്ങാട്ടിരി കാർഗിൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെയും പൊന്നാടയും മൊമന്റോയും നൽകി അനുമോദിച്ചു. സ്റ്റാർ സിംഗർ ഫൈനലിസ്റ്റ് ഗൗതമി പ്രശാന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അമൃത TV ശുദ്ധ സംഗീതം വിജയി MK നവനീത് മുഖ്യാതിഥിയായിരുന്നു. ജമാൽ കോട്ടൂൽ അധ്യക്ഷനായി. തൃത്താല ഗ്രാമപഞ്ചായത്ത് അംഗം ദയാനന്ദൻ, ഞാങ്ങാട്ടിരി സ്കൂൾ പ്രധാനാധ്യാപകൻ താഹിർ മാസ്റ്റർ, ഹബീബ് കോട്ടയിൽ, അഷ്റഫ് മേഴത്തൂർ, ഇബ്രാഹിംകുട്ടി കോടനാട്, ബാലൻ തൃത്താല, മൈമൂന അബ്ദുള്ള, M അൻസാരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനമേളയും നടന്നു. കാർഗിൽ ക്ലബ്ബ് മുഖ്യ രക്ഷാധികാരി TT അബ്ദുള്ള, സംഗീതജ്ഞൻ നിസരി വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി. തളി വിരുട്ടാണം ഉന്നതിയിൽ തഞ്ചു എന്ന അജിത് കുമാർ നിര്യാതനായി. 38 വയസ്സായിരുന്നു. ദീർഘകാലമായി എയ്യാൽ മെഗാവിഷൻ കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരനായിരുന്നു. കുടൽ സംബന്ധമായ ചികിത്സയെ തുടർന്ന് 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാവിലെ 10:30 മരണപ്പെട്ടു. സംസ്കാരം ഷൊർണൂർ ശാന്തിതീരത്ത് നടത്തി. അയ്യപ്പൻ, മാധവി ദമ്പതികളുടെ മകനാണ്. പരേതനായ കണ്ണൻ ഏക സഹോദരനാണ്. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.